ഈ സന്ദർഭത്തിൽ നമുക്ക് സംഭാഷണങ്ങളിലേക്ക് കടക്കാം. മൊറേലിയാസ് തൃതീയന്റെ സമാധാനത്തിനായുള്ള തീവ്രമായ പരിശ്രമങ്ങളും തുടരെ ഉണ്ടായ വട്ടശ്ശേരി മെത്രാനുമായിട്ടുണ്ടായ അഭിമുഖ സംഭാഷണങ്ങളുമാണ് പല പുസ്തകങ്ങളിൽ നിന്നും ശേഖരിച്ച് വാക്കിനും അക്ഷരത്തിനു പോലും തെറ്റില്ലാതെ ഞാൻ കോപ്പി ചെയ്ത് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊറേലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായുടെ സമാധാനത്തിനായുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി എന്നുള്ള വസ്തുതയാണ്. പക്ഷേ സമാധാന ചർച്ചകൾ ഓരോ പ്രാവശ്യവും ഒരു മരീചികയായി മാത്രം അവശേഷിച്ചു എന്നുള്ള ദുഃഖസത്യവും ഇവിടെ പൊതുവെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രധാനപ്പെട്ട ഓരോ സംഭാഷണത്തിൻ്റെയും വിശദാംശത്തിലേക്ക് ഞാൻ കടക്കട്ടെ. 1932 ബാബ മരിച്ചു. 31 കാലത്തിൽ നടന്ന സംഭാഷണങ്ങളാണ് ഇവ. കണിയാമ്പറമ്പിൽ കുര്യൻ കോറെപ്പിസ്കോപ്പ 1982 എഴുതിയ പുസ്തകത്തിന്റെ 84 പേജിലുള്ള വാചകങ്ങളാണ്. ബാബ പറയുന്നു, എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ കണ്ണിലെ പ്രകാശം സാക്ഷിയായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു. ഞാൻ ചെയ്യുവാൻ തയ്യാറുള്ള എല്ലാ ഇളവുകളും സ്വീകരിക്കുവാൻ ദീവന്നാസ്യോസിനോട് നിങ്ങൾ ആവശ്യപ്പെടുക എന്ന് അന്നൊക്കെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരോട് ബാബായുടെ അപേക്ഷയാണ്. സഭയ്ക്ക് ഒരു കാതോലിക്കായ വേണമെന്നുള്ള അഭ്യർത്ഥനയിൽ നിന്നും അദ്ദേഹം പിന്മാറട്ടെ. ഇതാ സമാധാനം അടുത്തിരിക്കുന്നു. അവർ കാതോലിക്ക വേണമെന്നതിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം സമാധാനം എന്ന കാര്യത്തിൽ നിരാശ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ദീവന്നാസ്യോസിനോട് പറഞ്ഞു, ക്ഷമയോടെ ഇരിക്കുക, ഇപ്പോൾ ഒരു യോഗം വിളിച്ചു കൂട്ടരുത്. പുതിയ ട്രസ്റ്റിയെ തിരഞ്ഞെടുക്കുവാനുള്ള യോഗത്തെയാണ് ഇവിടെ ബാബ ഉദ്ദേശിച്ചത്. ഒരു യോഗം വിളിക്കരുത്. പക്ഷേ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച്, ഇത് ബാബായുടെ വാക്കുകളാണ് വീണ്ടും, പക്ഷേ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച് യോഗത്തിന്റെ പ്രഖ്യാപനവുമായി മുൻപോട്ട് പോയി. മാത്രമല്ല, മലങ്കര സഭയുടെ മേൽ അധികാരമുള്ള കാതോലിക്കായ്ക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്ന് അദ്ദേഹം കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്ന് പത്രങ്ങളിലും വായിച്ചിരിക്കുന്നു. അതായത് പാത്രിയർക്കീസിന് മലങ്കര സഭമേൽ യാതൊരു അധികാരവുമില്ല, അത് കാതോലിക്കായ്ക്ക് മാത്രമേ ആ അധികാരമുള്ളൂ എന്ന്, മറ്റാർക്കും ഇല്ല എന്ന് അദ്ദേഹം ഇതേ സമയത്ത്, ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് കോടതിയിൽ പോയി സത്യവാങ്മൂലം നൽകി എന്ന് പത്രങ്ങളിൽ വായിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പാത്രിയർക്കീസ് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് പറഞ്ഞതും അതുപോലെ തന്നെ ഈ പ്രസംഗത്തിൽ പൊതുവായി പറഞ്ഞതും. വേറെ ഒരു സമാധാനത്തിനായുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ ഇതേ പുസ്തകത്തിൽ 99 പേജിൽ നിന്നും ഒരു ഉദ്ധരണിയാണ്. This was done at a meeting of all the metropolitans and prominent laity in പാണമ്പടി. വൃശ്ചികം 17 പാണമ്പടി പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണിത്. പ്രായാധിക്യവും ആരോഗ്യവും യാത്രയിലെ ബുദ്ധിമുട്ടുകളും അവഗണിച്ചാണ് ഞാൻ മലങ്കര എത്തിയത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഞാൻ കഴിയുന്നതെല്ലാം ചെയ്തു. സിംഹാസനത്തിൽ നിന്ന് ന്യായമായ വിധത്തിൽ കഴിയുന്ന ഇളവുകൾ നൽകുവാൻ തയ്യാറാണെന്ന് ഞാൻ സമ്മതിച്ചു. ഇതിൽ കൂടുതലായി എനിക്കൊന്നും ചെയ്യുവാനില്ല. ദീവന്നാസ്യോസ് തിരികെ വരില്ല. അതിനാൽ സമാധാനം കൈവരിക്കുന്നത് പ്രയാസമാണ്. ഈ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. നിങ്ങൾക്കുള്ള എൻ്റെ വിടവാങ്ങൽ സന്ദേശമായി ഇതിനെ പരിഗണിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മാർ ഏലിയാസ് തൃതീയൻ ബാവായുമായി വട്ടശ്ശേരിൽ മെത്രാന്റെ ധിക്കാരപരമായ ഡയലോഗാണ്. ഇത് 1107 ധനു 18 പ്രസിദ്ധപ്പെടുത്തിയ ഒരു പത്രികയിൽ നിന്നുള്ള, അതും കണിയാമ്പറമ്പിൽ അച്ഛൻ തൻ്റെ 82 പുസ്തകത്തിൽ 101 പേജിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങളുമാണ്.
1107 എന്ന് പറയുന്നത് 1931 ഡിസംബറിലെ രണ്ടാം ഭാഗം, ഡിസംബർ 3rd വീക്ക് ഓ 4th വീക്കിൽ നടന്ന സംഭാഷണമാണ്. മെത്രാപ്പോലീത്ത പാത്രിയർക്കീസ് ബാബായുടെ മുമ്പിൽ വന്നപ്പോൾ നടന്നത്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കൃത്യമായി കണിയാമ്പറമ്പിൽ അച്ഛൻ്റെയും അതുപോലെ തന്നെ മൂലയിൽ കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ അച്ഛൻ്റെയും പുസ്തകങ്ങളിലുണ്ട്. മെത്രാപ്പോലീത്ത പറയുന്നു, അതെ, ഒരു മെത്രാനെ ഏകപക്ഷീയമായി വാഴ്ത്താൻ ഒരു പാത്രിയർക്കീസിന് കഴിയില്ല എന്ന് ഞാൻ പ്രസ്താവിച്ചു. ഞാനും അത് വിശ്വസിക്കുന്നു. പാത്രിയർക്കീസ്, നിങ്ങളുടെ ഈ വാദങ്ങൾ പരസ്പര വിരുദ്ധമാണ്. ഒരു യഥാർത്ഥ പാത്രിയർക്കീസിന് ഇത് ചെയ്യുവാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറയുന്നു. തുടർന്ന് കാതോലിക്കായ്ക്ക് തൻ്റെ സ്ഥാനം ലഭിച്ചത് സ്ഥാനഭ്രംശം ചെയ്യപ്പെട്ട ഒരു പാത്രിയർക്കീസിൽ നിന്നാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഈ വാദങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുത്താനാകും? മെത്രാപ്പോലിത്ത, ഒറ്റയ്ക്കല്ല, ഇവിടുത്തെ മെത്രാപ്പോലിത്തമാർക്കൊപ്പമാണ് ചെയ്തത്. പാത്രിയർക്കീസ്, ആരാണ് ഈ മെത്രാപ്പോലിത്തമാർ? മെത്രാൻ, മോർ ഇവാനിയോസ്, പൗലോസ് മാർ ഗ്രിഗോറിയോസ്, പിന്നെ ഞാനും. ഇത്രയും പറഞ്ഞപ്പോൾ ഇവിടെ മലങ്കരയിലെ പാത്രിയർക്കീസ് ഡെലിഗേറ്റ് ആയ മോർ യൂലിയോസ് ഇടപെട്ടു. അദ്ദേഹം എന്താ പറയുന്നത്? മോർ യൂലിയോസ്, ഈ മാർ ഈവാനിയോസ് ആയിരുന്നില്ലേ മെത്രാഭിഷേകം സ്വീകരിച്ചത്? പ്രതിഷ്ഠ നടത്തിയവരോടൊപ്പം നിങ്ങൾ അവനെയും എണ്ണുന്നുണ്ടോ? വീണ്ടും ആ സമയത്ത് നിങ്ങൾ സ്വയം ഭ്രഷ്ടനായിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുത്തോ? തന്നെയുമല്ല, അന്ന് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ആയിരുന്നോ? മെത്രാൻ, അതെ, മാർ ഗ്രിഗോറിയോസ് അപ്പോൾ ഒരു മെത്രാപ്പോലിത്ത ആയിരുന്നു. അബ്ദുൽ മശിഹ ആണ് അദ്ദേഹത്തെ ആദ്യം മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അതിനുശേഷമാണ് അവർ ഒരുമിച്ച് കാതോലിക്കായെ വാഴിച്ചത്. മാർ യൂലിയോസ്, അത് കൊള്ളാം. സ്ഥാനഭ്രഷ്ടനായ മാർ അബ്ദുൽ മശിഹ, സ്ഥാനഭ്രഷ്ടനിൽ നിന്ന് പട്ടത്വം സ്വീകരിച്ച ഗ്രിഗോറിയോസ്, ഈ രണ്ടുപേരും കൂടി മുടക്കപ്പെട്ട മാർ ഇവാനിയോസിനെ കാതോലിക്ക ആക്കുന്നു. മോശമല്ല. ഇതോടെ മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലിത്ത കോപിച്ചു. മെത്രാൻ, അത് മോറാൻ പറയുന്നത്, അതിന് ഞാൻ എന്തു പറയാനാണ്? പാത്രിയർക്കീസ്, ഇതിൽ കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മെത്രാപ്പോലിത്തായുടെ അവസാനത്തെ വാചകം ഇത് മോറാൻ പറയുന്നത് ആണ്, അതിന് ഞാൻ എന്ത് പറയാനാണ്? പാത്രിയർക്കീസ്, ഇതിൽ കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ല. ബാവ എത്രമാത്രം താഴാമോ അത്രയും താഴ്ന്നിട്ടും വട്ടശ്ശേരിൽ മെത്രാൻ അത് ഗൗനിക്കുക പോലും ചെയ്യാതെ ധിക്കാര വാക്കുകളുടെ കർക്കശ്യം കൂട്ടുകയാണ് ചെയ്തത് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു.